പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയും തുടർന്നും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഈ 8 നോമ്പ് ആചരണത്തിൽ സഭയുടെ 8 നോമ്പ് ആചരണമാണ്. അതിലൂടെ വന്ന് സംബന്ധിക്കാൻ ഇടയാക്കിയ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് വാൻപട സുജിത്തച്ഛൻ്റെ ചിന്തയിൽ വന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തോടൊപ്പം കൈക്കാരന്മാരും നിങ്ങളെല്ലാവരും അത് ഏറ്റുകൊണ്ട് എന്നെ ക്ഷണിച്ചുകൊണ്ട് വരുത്തി. തീർച്ചയായിട്ടും എനിക്കും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. നമുക്ക് കർത്താവിന് നന്ദി പറയാം. 8 നോമ്പ് ആചരണം നമ്മുടെ കർത്താവിൻ്റെ നോമ്പാചരണത്തോടൊപ്പം നമുക്ക് ഫലം നൽകുന്ന ഒരു അനുഭവമാണ്. ഈശോയുടെ ജനനത്തിന് മുമ്പ് 28 നോമ്പുണ്ട്. അമ്മയുടെ ജനനത്തിന് മുമ്പ് 8 നോമ്പ്. അപ്പോൾ ഈ ആചരണത്തിലൂടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. നിങ്ങളുടെ വിശ്വാസ തീഷ്ണതയും നിങ്ങളുടെ വിശ്വകുർബാനയിലുള്ള പങ്കാളിത്തവും നിങ്ങളുടെ ഗായക സംഘത്തിൻ്റെ പാട്ടുകളും എല്ലാം തീർച്ചയായിട്ടും എന്നെ ആകർഷിച്ച കാര്യങ്ങളാണ്. അവർക്കെല്ലാം ഞാൻ പ്രത്യേകം എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ തിരുനാളിനായിട്ട് വളരെ നന്നായിട്ട് ഒരുങ്ങുകയും ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ തീഷ്ണത പ്രകാശിപ്പിക്കുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുമക്കളും വളരെയേറെ അച്ചടക്കത്തോടും വളരെയേറെ ഭക്തിയോടും കൂടിയൊക്കെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതായി ഞാൻ കണ്ടത്. അവർ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു, പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വിശ്വാസ പരിശീലകരെ അവരെ നന്നായിട്ട് ഒരുക്കുന്നുണ്ട്. ഇത് നമ്മൾ തുടരണം. നമ്മുടെ ശുശ്രൂഷ അനുദിനം നമ്മെ ഒരു നല്ല സമൂഹമാക്കി വളർത്താനായിട്ട് ഉപകരിക്കണം. അതിനെക്കുറിച്ച് അതിന് സംശയവും വേണ്ട. എന്നുവെച്ചും പറഞ്ഞല്ലോ, നിങ്ങൾ ചെറിയ ജഗണമാണ് എന്ന് കർത്താവ് പറഞ്ഞാൽ അത് തന്നെയാണ്. ചെറിയ ജഗണമേ ഭയപ്പെടരുത്, ഞാൻ നിങ്ങളോട് ഉണ്ടെന്ന്. ചെറിയതായാലും വലുതായാലും. ഇനി ഞാൻ നിങ്ങളുടെ രൂപതയിലെ നെടുങ്കണ്ടം ഇടവകയിലായിരുന്നു കഴിഞ്ഞ വലിയ ആഴ്ചയിൽ ഓശാന തിരുനാളിനും അവിടെ 8000-ഓളം ആളുകളുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അവിടെയുള്ള 8000-ഓളം ആളുകളെ പോലെ തന്നെയാണ് ഈ മേരിലാൻഡ് പള്ളിയിലെ നിങ്ങൾ 120 കുടുംബങ്ങളും ഒരുപാട് ദൈവത്തിന് മുമ്പിൽ തുല്യരാണ്. അവിടെ നോക്കുന്നവരെ തന്നെയാണ് നിങ്ങളെയും നോക്കുന്നത്. അതുകൊണ്ട് ചെറുതും വലുതൊന്നും ഞാൻ നോക്കാറില്ല. എല്ലാ പള്ളികളിലും ദൈവജനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വികാരിച്ചന്മാരുടെയും മെത്രാന്മാരുടെയും കടമ. അതുകൊണ്ട് ചെറിയ പള്ളിയിലിരിക്കുന്ന അച്ഛനായാലും വലിയ പള്ളിയിലിരിക്കുന്ന അച്ഛനായാലും ഒരേ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഒരുപോലെ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യരായിത്തീരും. അവർ നന്നായിട്ട് നിർവഹിച്ച ദൈവത്തിന് സ്തുതി. വരാൻ പോകുന്ന തിരുനാളിനെ നമ്മൾ നേരുന്നു. 8 നോമ്പാചരണം നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധീകരണത്തിൻ്റെ ഒരു മാർഗമായി തീരട്ടെ. ദൈവത്തിന് സ്തുതി.